ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടാത്തത്. എനിക്ക് പനിയായിരുന്നു, കുറേ ദിവസം പനിയായിട്ട് കളിച്ചു. പിന്നെ ജേജൂട്ടനക്ക് 2 ദിവസം പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഷിഫ്റ്റ് എടുത്തു. അതിന് പനിയും ഷിഫ്റ്റും എല്ലാം കൂടെ എന്താ പറയുക, ഒന്നിനും പറ്റില്ലായിരുന്നു, തീരെ വയ്യായിരുന്നു. ഇന്ന് കുറച്ച് കുറവുണ്ട്. ഇന്ന് ഞാനവിടെ ഒരു IRS ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് പോയിട്ട് വരാം. പോയിട്ട് കാര്യം നടന്നില്ല. ഇനി നാളെയും പോകണം, രാവിലെ പോകണം. ഇന്ന് ഞാൻ ഇന്നലെ രാത്രി ഷിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പോയപ്പോൾ കാര്യങ്ങൾ നടന്നില്ല. ഇനി നാളെ പോകണം. അപ്പം ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചെന്ന്. കാരണം കുറേ ദിവസമായില്ലേ നിങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടും ഒക്കെ. അപ്പം ഇവിടെ ഇപ്പം എല്ലാവർക്കും സുഖമാണ്, അൽഹംദുലില്ലാ. ചേച്ചിക്ക് തീരെ വയ്യായിരുന്നു, എനിക്കും തീരെ വയ്യായിരുന്നു, ഒന്നും പറയണ്ട. പിന്നെ വശം ഒക്കെ ആയിരിക്കുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പം റാഹത്തായിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഞാനിന്ന് പറയാൻ വിചാരിച്ചു, എൻ്റെ ഉമ്മിച്ചി അമേരിക്കയിൽ വന്നപ്പോൾ, ഉമ്മിച്ചി അമേരിക്കയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മിച്ചി അമേരിക്കയിൽ വന്നപ്പോൾ അങ്ങനെ വാപിച്ച് കളഞ്ഞിട്ട് പോയ സമയത്ത് എല്ലാവരും, ഞാൻ എൻ്റെ അറിവ് വെച്ച കാലം മുതൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ മക്കളെ, എൻ്റെ ഉമ്മിച്ചിയുടെ പേര് ഐഷു എന്നാണ്, ഐച്ചു എന്ന് വിളിക്കും. മക്കളെ, ഐച്ചു എന്ത് ചെയ്യും, ഐച്ചുവിൻ്റെ കഷ്ടപ്പാട് തീരുന്നില്ല, ഐച്ചുവിന് 3 പെൺമക്കളല്ലേ, ഐച്ചുവിൻ്റെ കഷ്ടപ്പാട് തീരുന്നില്ല എന്ന് ഐച്ചുവിന് ഞങ്ങളെ ഒരു എന്താ പറയുക, ഞങ്ങളെ ഒരു കളിയാക്കലായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾ പോരുമ്പോൾ 3 മക്കളും തള്ളയും വരണമെന്ന് പറഞ്ഞുള്ളൊരു പുച്ചിക്കലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊന്നും ഞാനും വിചാരിച്ചില്ല, എനിക്ക് എൻ്റെ ഉമ്മിച്ചീനെ നല്ലോണം നോക്കണം എന്നുണ്ടായിരുന്നല്ലാതെ ഇങ്ങനെ അമേരിക്കയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഞാൻ അമേരിക്കയിൽ എത്തുന്നോ ഒന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് വലിയ നിലയിൽ എത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂടെ വളർന്ന അയൽവാസികളൊക്കെ അവിടുത്തെ പിള്ളേരോടൊക്കെ പറയായിരുന്നു, ഞാൻ വലുതാകുമ്പോൾ ഞാൻ വിമാനത്ത് കയറി പോകും. ഞങ്ങൾക്കന്ന് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുല്ലി എത്താൻ പോകുമ്പോൾ ഞാൻ പറയായിരുന്നു, ഞാനിങ്ങനെ പ്ലെയിനിലൊക്കെ കയറി പോയിട്ട് ഒരുപാട് പൈസക്കാരായിട്ട് തിരിച്ചു വന്നിട്ട് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും ഞാൻ. അന്ന് 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവം എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിരുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും 1 ലക്ഷം ഞാൻ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ കുഞ്ഞായിരുന്നല്ലോ അന്ന് ഒരു 10 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ ഞങ്ങൾ പുല്ല് പറിക്കാനൊക്കെ അവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ, എൻ്റെ കൂടെ കളിച്ച് വളർന്ന പിള്ളേർക്കൊക്കെ. അന്നേരം ഞാൻ പറയും, നിങ്ങൾ നോക്കിക്കോ, ഞാൻ പോകും, എന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മച്ചീനെ കൊണ്ടുപോകും, എല്ലാവർക്കും ഞാൻ പൈസ കൊടുക്കും, ഞാൻ വലിയ പൈസക്കാരായി വരും, സ്വന്തം വണ്ടി ഓടിച്ച് വരും എന്നൊക്കെ പറയുമായിരുന്നു. അതൊക്കെ ആ സ്വപ്നം വന്ന് അന്ന് കണ്ടത്തിലൊക്കെ ഇങ്ങനെ വാഴത്തോട്ടത്തിലൊക്കെ പശുക്കൾക്ക് വേണ്ടി പുല്ല് പറിക്കാൻ പോകും, പുല്ല് ചെത്താൻ പോകും. അപ്പം ഇങ്ങനെ പറയും. അപ്പം അവരെന്നെ കളിയാക്കും, പിന്നെ നീ ഒരുപാട് പോകും, നീ ഒരു സ്ഥലത്തും പോകില്ല, നിനക്ക് പശുവിനെ നോക്കി ഇങ്ങനെ നടക്കാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ എൻ്റെ ഉമ്മിച്ചിന് ഒരുപാട് ആൾക്കാർ, 3 പെൺമക്കള്, ഇനി എന്തായിരിക്കും ഐച്ചുവിൻ്റെ അവസ്ഥ, ഒരു ആൺതരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഐച്ചുവിന് സമാധാനം ഉണ്ടായേനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പല തവണയായിട്ട് എൻ്റെ ചെറിയ ഓർമ്മയിലുള്ള ഇത് ഇപ്പോഴും എനിക്ക് കേൾക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ആൾക്കാർ പറയണത്. പക്ഷേ അൽഹംദുലില്ലാ എൻ്റെ ഉമ്മിച്ചി 3 പെൺമക്കളായാലും 3 ആൺമക്കളുള്ള മാതാപിതാക്കൾ ജീവിക്കണേക്കാളും സുഖത്തിലും സന്തോഷത്തിലുമാണ് എൻ്റെ ഉമ്മിച്ചി ജീവിക്കുന്നത്. പിന്നെ ഉമ്മിച്ചിക്ക് സന്തോഷക്കുറവൊന്നും ഇല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ഉമ്മിച്ചിക്ക് ഒരു കുറവും വരുത്തണില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ 3 പെൺമക്കളായാലും ഉമ്മിച്ചിന് ജീവനാണ്. പിന്നെ എല്ലാവർക്കും ഒരുപോലെ പണം കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സുബി ഓൾവേസ് ഉമ്മിച്ചിയുടെ ഉണ്ടാവും. പിന്നെ നെസി കുറച്ച് അകലെയാണ്, എന്നാലും അവൾ വിളിക്കും, അന്വേഷിക്കും. അവൾക്ക് എപ്പോഴെപ്പോഴും വന്നു പോകാനും പറ്റില്ല, അവൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നതല്ലേ. അങ്ങനെ അൽഹംദുലില്ലാ എൻ്റെ ഉമ്മിച്ചി സന്തോഷവതിയാന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസം. പിന്നെ ഉമ്മിച്ചിനെ എനിക്ക് വീണ്ടും ജേജ എപ്പോഴും പറയും, ഗ്രാൻഡ്മാനെ തിരിച്ചു കൊണ്ട് മമ്മി, ഗ്രാൻഡ്മാനെ തിരിച്ചു കൊണ്ട് മമ്മി. ഗ്രാൻഡ്മ ഉള്ളപ്പോൾ നല്ല സുഖമായിരുന്നു.
എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാൻ ഉമ്മച്ചിനോട് പറയും, ഉമ്മച്ചി വന്നിട്ട് വരാൻ പറയുമ്പോൾ ഉമ്മച്ചി പറയും, മക്കളെ ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലടി, ജോലിക്ക് ആളെ ഏൽപ്പിച്ചാലൊന്നും മക്കളെ നോട്ടം എത്തൂല, എത്ര ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ നോക്കണ്ടേ, നമ്മൾ തന്നെ നോക്കണം. അത് മാത്രമല്ല ഈസയ്ക്കും നോഹിനും ഒരു 10 മിനിറ്റ് ഉമ്മച്ചിനെ കാണാതിരിക്കാൻ പറ്റില്ല പോലും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉമ്മച്ചി ഇവിടെ ഉള്ളത് എനിക്കൊരു ഹെൽപ്പായിരുന്നു. ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പണിയെടുക്കാനൊന്നും അല്ല കേട്ടോ, പണിക്കാർ അങ്ങനെയല്ല. എന്നാലും വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആ ഉമ്മച്ചിയുടെ പുഞ്ചിരിച്ച വാതിൽ തുറക്കല്, അതൊക്കെ കാണുമ്പോൾ, അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങനെയൊക്കെ എനിക്ക് ഭാഗ്യമില്ലാത്തോളൂ. ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് അധികം നിന്നിട്ടില്ല. പിന്നെ സുബിക്ക് ഭയങ്കര ഭാഗ്യം. ഞാൻ എപ്പോഴും സുബിയോട് പറയും, നീ എന്ത് ഭാഗ്യവതിയാടി, പൈസയൊന്നും വേണ്ട, ഒന്നല്ലെങ്കിൽ ഉമ്മച്ചിയുടെ അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ, ഉമ്മച്ചി വെച്ചുണ്ടാക്കണ ആ ടേസ്റ്റി ആയ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഞാൻ അവളടുത്ത് പറയും. അപ്പോൾ അവള് പറയും, നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ എന്നല്ല, നമ്മൾ ഉമ്മമാരെപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് തന്നെയാണ് സന്തോഷം. എനിക്ക് ഉമ്മച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്താം, പക്ഷെ ഉമ്മച്ചി വരില്ല. ഉമ്മച്ചിനെ കൊണ്ടുവരുന്നതിന് അത്ര വലിയ എക്സ്പെൻസ് ഒന്നും അല്ല, ഉമ്മച്ചിക്ക് ഇപ്പോൾ ടിക്കറ്റ് മാത്രം എടുത്താൽ മതിയല്ലോ. പക്ഷെ ഉമ്മച്ചി വരില്ല, ഞാനിപ്പോൾ എന്താ ചെയ്യാം? അത് മാത്രമല്ല, മക്കള് ഇട്ടിട്ട് വരാനും പറ്റില്ല, ഉമ്മച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും അകലെ യാത്ര ഉമ്മച്ചിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തായാലും ഇൻഷാ അല്ലാഹ് ബാബാസും ചേച്ചിട്ടും പറയുന്നുണ്ട് ഉമ്മച്ചിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്ന്. അപ്പം ഉമ്മച്ചി എന്ന് വരാൻ തയ്യാറായാലും ഞാൻ കൊണ്ടുവരാൻ ഞാൻ റെഡിയാണ്. ഈ നാളെ ഇപ്പോൾ ഉമ്മച്ചിക്ക് അമേരിക്കയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നത്. ജയചൂട്ടനായാലും ഗ്രാൻഡ്മനെ കൊണ്ട മമ്മി എന്ന് പറയും. അങ്ങനെ നല്ല കുറച്ച് സമയങ്ങൾ ഉമ്മച്ചിയുടെ കൂടെ ഇവിടെയൊക്കെ എൻ്റെ ഹസ്ബൻഡ് മരിച്ച ടൈമിൽ, അത്രയും വിഷമത്തിൽ നിൽക്കുന്ന ടൈമിൽ എൻ്റെ ഉമ്മച്ചിക്ക് ഞങ്ങളടുത്ത് 3 മാസമായാലും 3 മാസം ഞങ്ങളടുത്ത് വന്ന് നിൽക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉമ്മിച്ച് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നുവിടായിരുന്നു. ഇപ്പം അവരൊക്കെ ചോദിക്കും, എടി ഉമ്മിച്ചിനെ തിരിച്ചുകൊണ്ടടി, നല്ല സൂപ്പർ ഭക്ഷണം കഴിക്കായിരുന്നു നിൻ്റെ ഉമ്മിച്ചുള്ള സമയത്ത്. ഉമ്മിച്ച് നല്ല കിന്നായിട്ട് നല്ല ബിരിയാണിയും പത്തിരി ഇറച്ചിയും ഒന്നും പറയണ്ട, ഉമ്മിച്ച് സൂപ്പർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് എൻ്റെ കാറിൽ എടുത്ത് വെച്ചിട്ടുണ്ടാകും അവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രമല്ല, ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻ ഫുഡ്. അപ്പോൾ എന്നോട് ചോദിക്കും, എടി നീ എപ്പോഴാണ് നിൻ്റെ ഉമ്മച്ചിനെ തിരിച്ചുകൊണ്ടിരണം, ഒന്ന് തിരിച്ചുകൊണ്ടാടി, ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം, നിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം കിട്ടിയിട്ട് ഞങ്ങൾ കഴിക്കില്ല എന്ന് പറയും. ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കുള്ള എൻ്റെ സെൽഫ്, പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ പറയും, കൊണ്ടുവരാടി ഉമ്മച്ചി, മക്കളുള്ളതുകൊണ്ട് വരാൻ പറ്റില്ലാത്തതുകൊണ്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാകും. അങ്ങനെ അത് സത്യമാണ്, മക്കൾ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഉമ്മച്ചിനെ പണ്ടേ കൊണ്ടുവന്നേനെ. ഉമ്മച്ചിക്ക് ഇവിടെ 6 മാസം നിൽക്കാം, 6 മാസം നിന്നിട്ട് തിരിച്ചു പോയിട്ട് വീണ്ടും തിരിച്ചു വരാം. അങ്ങനെയാണ് ഉമ്മച്ചിയുടെ വിസ. 10 വർഷത്തേക്കുള്ള വിസയാണ് ഉമ്മച്ചിക്ക് ഉള്ളത്. ഉമ്മച്ചി അമേരിക്കയിൽ വന്നത് 2023 ഉമ്മച്ചി അമേരിക്കയിൽ വന്നത്. അതായത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഞാനും മക്കളൊക്കെ ഭയങ്കര എന്താ പറയുക, ജയജുട്ടിക്ക് കുറേ നാളത്തേക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ വക്കീലിനോട് സംസാരിച്ചപ്പോൾ, എൻ്റെ വക്കീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമിഗ്രേഷൻ വക്കീലിൻ്റെ കാര്യമായിട്ട് പറയുന്നത്, പുള്ളിക്കാരത്തിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം പുള്ളിക്കാരത്തി എൻ്റെ ഹസ്ബൻഡ് മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, സൽമ നിനക്ക് ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, സിസ്റ്ററിനെ ഉമ്മിച്ചിയായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി എൻ്റെ 2 സിസ്റ്റർ ഉണ്ടല്ലോ, എനിക്ക് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അതിൽ ഇച്ചിരി പേപ്പർ വർക്കിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഉമ്മിച്ചിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഉമ്മിച്ചിയുടെ വിസയ്ക്ക് വേണ്ടി കൊടുത്തു. ഉമ്മിച്ചിയുടെ പൈസ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരത്തി തന്നെ ചെയ്തത്. വിസയുടെ പൈസ അടച്ചതും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തി തന്നെ ചെയ്തു. ഉമ്മിച്ചിക്ക് വിസ കിട്ടി. ഉമ്മിച്ചി 10 വർഷത്തെ വിസയാണ് ഉമ്മിച്ചി കിട്ടിയിരിക്കുന്നത്, വിസിറ്റിംഗ് വിസ. ഉമ്മിച്ചി അങ്ങനെ വന്നു. 2023 ഉമ്മിച്ചി വരുന്നത്. ഉമ്മിച്ചി വന്നു കഴിഞ്ഞപ്പോൾ ജയജൂട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു റിലാക്സായി. കാരണം അവന് ഭയങ്കര ഡിപ്രഷൻ
ഡിപ്രഷനായിരുന്നു. കാരണം ഡാഡിയുടെ കൂടെ ഇങ്ങനെ കളിക്കണമെന്നില്ലേ. എൻ്റെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത്ര നിന്നിട്ടില്ല, ഡാഡിയുടെ കൂടെയാണ് നിന്നിരിക്കുന്നത്. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകും, അങ്ങനെ മക്കളെ രണ്ടാളും ഡാഡിയാണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ ഡാഡി പോയ ആ ഒരു ഷോക്കൊന്നും ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പറ്റണില്ലായിരുന്നു. ഞങ്ങൾ ഒറ്റപ്പെട്ടൊരു ജീവിതം ഒക്കെ ആയി. ആ സമയത്ത് ഉമ്മിച്ചി വന്നു. ഉമ്മിച്ചിയുടെ വിസ പെട്ടെന്ന് കിട്ടി. 3 മാസത്തിനുള്ളിലായിട്ട് ഉമ്മിച്ചിയുടെ വിസ കിട്ടി. ഉമ്മിച്ചി അമേരിക്കയിൽ വന്നു. 3 മാസത്തേക്ക് ഉമ്മിച്ചി വന്നുള്ളൂ. കാരണം ടെസ്റ്റിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമായിരുന്നു ആ ഇരട്ട കുട്ടികളെ. അപ്പോൾ ഉമ്മിച്ചിക്ക് അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അത് തന്നെ വീട്ടിൽ ജോലിക്ക് ആളെയൊക്കെ ഏൽപ്പിച്ചിട്ട് 2 ആളെ നോക്കാൻ, ടെസ്റ്റിനെ നോക്കാൻ 2 ആളെ ഏൽപ്പിച്ചിട്ടൊക്കെയാണ് ഉമ്മിച്ചി വന്നത്. ആ സമയത്താണ് പിന്നെ ജേജുട്ടനും ഒക്കെ ആയി, ബാബസും ഒക്കെ ആയി. പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് ഓക്കെ ആയി. ഉമ്മിച്ചി വന്നു. ഉമ്മിച്ചിൻ്റെ കൂടെ ഒരു 3 മാസം നിന്നപ്പോഴത്തേക്കും ജേജുട്ടന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ആ സമയത്ത് ഉമ്മിച്ചിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളുടെ കൂടെ. ആ 3 മാസം ഉമ്മിച്ചി നല്ല സന്തോഷവതിയായിരുന്നു. ഞാൻ ഉമ്മിച്ചീനെ അത്ര ഹാപ്പി ആയിട്ട് കണ്ടിട്ടില്ല. അത്രയ്ക്ക് സന്തോഷമായിരുന്നു ഉമ്മിച്ചിക്ക് മക്കളെ കൂടെ നിൽക്കുക. ഞങ്ങളിപ്പോൾ അധികമൊന്നും പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ല. ഉമ്മിച്ചിനെ അന്നേരം വിൻ്റർ ടൈമിലായിരുന്നു ഉമ്മിച്ചി വന്നത്. അപ്പോൾ ഒരുപാട് പുറത്തൊന്നും പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് അന്നേരം 2 ഡ്യൂട്ടി ഉണ്ട്. അന്ന് ഞാൻ ഡ്രൈവിങ്ങിന് പോകേണ്ടതെന്ന് വെച്ചാൽ വിൻ്റർ ടൈം ആയതുകൊണ്ട് വലിയ റിസ്ക് ആയിരുന്നു ഡ്രൈവിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അന്നേരം ഡ്രൈവിങ്ങിന് പോകുന്നില്ല. 2 ഡ്യൂട്ടി 2 ഡിഫറെൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഉമ്മിച്ചി അന്നേരം നല്ല ഫുഡും കാര്യങ്ങളും, മാഷാ അല്ലാഹ്, ഉമ്മമാരുടെ ഫുഡൊക്കെ കഴിക്കാനൊരു യോഗം വേണം കേട്ടോ. പണവും പൈസയൊന്നും അല്ല വേണ്ടത്. ഉമ്മമാരെ കൂടപ്പിറപ്പുകളുടെ കൂടെ നിന്ന്, അതുപോലെ തന്നെ ഉമ്മിച്ചിമാരുണ്ട് കൈ കൊണ്ട് വെച്ചുണ്ടാക്കണം ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ അതിനൊരു ഭാഗ്യം തന്നെ വേണം. ആ 3 മാസം സന്തോഷമായിട്ട് ജീവിച്ചു. 3 മാസം ഉമ്മിച്ചി ഒരുപാട് എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ സാധനങ്ങൾ, ഉമ്മിച്ചിക്ക് തന്നെ വലിയ സ്ഥലങ്ങളിലൊന്നും പോകണമെന്ന് താല്പര്യമില്ലായിരുന്നു. കാരണം ഇവിടെ പുറത്തു പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു നേരമാണ്. ഉമ്മിച്ചി പറയും ആ നേരത്തെ വീട്ടിലിരിക്കാട്ടിട്ട് പറയും. അതുപോലെ പുറത്തൊക്കെ കൊണ്ടുപോയി ഞാൻ ആ ഫോട്ടോസൊക്കെ വെക്കാൻ ഉമ്മിച്ചിനെ വന്നപ്പോൾ ഞാനും ബാബാസും ജയിച്ചിട്ടുള്ള ഉമ്മിച്ചി ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആ 3 മാസം നമ്മൾ. അങ്ങനെ ഉമ്മിച്ചി തിരിച്ചു പോയിട്ട് ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ചെറിയ മക്കളായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വാപ്പിച്ചി ഞങ്ങളെ കളഞ്ഞിട്ട് പോയി. ഞങ്ങൾ 3 പെൺമക്കളാണ്. പുള്ളിക്കാരനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയെന്നായിരുന്നു ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന. അങ്ങനെയാണ്, നമുക്കറിയില്ല സത്യാവസ്ഥ. അള്ളാഹ്ക്കും ബാബാക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടാത്തത്. എനിക്ക് പനിയായിരുന്നു, കുറേ ദിവസം പനിയായിട്ട് കളിച്ചു. പിന്നെ ജേജുട്ടനക്ക് 2 ദിവസം പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഷിഫ്റ്റ് എടുത്തു. അതിന് പനിയും ഷിഫ്റ്റും എല്ലാം കൂടെ എന്താ പറയുക, ഒന്നിനും പറ്റില്ലായിരുന്നു. തീരെ വയ്യായിരുന്നു. അപ്പം ഇന്ന് കുറച്ച് കുറവുണ്ട്. ഇന്ന് ഞാനവിടെ ഒരു IRS ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് പോയിട്ട് വരാം. പോയിട്ട് കാര്യം നടന്നില്ല. ഇനി നാളെയും പോകണം, രാവിലെ പോകണം. ഇന്ന് ഞാൻ ഇന്നലെ രാത്രി ഷിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പോയപ്പോൾ കാര്യങ്ങൾ നടന്നില്ല. ഇനി നാളെ പോകണം. അപ്പം ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചെന്ന്. കാരണം കുറേ ദിവസമായില്ലേ നിങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടും ഒക്കെ. അപ്പം ഇവിടെ ഇപ്പം എല്ലാവർക്കും സുഖമാണ്, അൽഹംദുലില്ലാ. ചേച്ചിക്ക് തീരെ വയ്യായിരുന്നു, എനിക്കും തീരെ വയ്യായിരുന്നു, ഒന്നും പറയണ്ട. പിന്നെ വശി ഓക്കെ ആയിരിക്കുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പം റാഹത്തായിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഞാനിന്ന് പറയാൻ വിചാരിച്ചു, എൻ്റെ ഉമ്മിച്ചി അമേരിക്കയിൽ വന്നപ്പോൾ, ഉമ്മിച്ചി അമേരിക്കയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മിച്ചി അമേരിക്കയിൽ വന്നപ്പോൾ IRS ഓഫീസിൽ പോയി. ഞാൻ ഇന്നലെ രാത്രി ഷിഫ്റ്റ് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് എടുത്തിട്ട് രാവിലെ വന്ന് കിടന്നുറങ്ങി. നല്ല പനിയുടെ ഒന്നും ക്ഷീണം അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല.
അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ എഴുന്നേറ്റ് പോയപ്പോഴത്തേക്ക് ഒരു മണി 1:30 ആയി. പിന്നെ അവിടെ ചെന്നപ്പോൾ IRS അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. ഇന്ന് ഞാൻ 4:30 ഓഫീസ് ക്ലോസ് ചെയ്യും. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഇനി ഇൻഷാല്ലാ രാവിലെ പോകണം. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു ഞാൻ ഡ്രൈവിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തോ എന്താ പറയുക, ഒരു ഗുമ്മ കിട്ടുന്നില്ല, ഒരു ക്ഷീണമൊക്കെ, ഒരു രാത്രി ഉറങ്ങാത്തതല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാൻ കുറച്ച് നേരം രാവിലെ കിടന്ന് ഉറങ്ങി, എന്നാലും രാത്രി ഉറങ്ങേണ്ട രാത്രി. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറേ ഷിഫ്റ്റ് എടുത്തു, 3-4 ഷിഫ്റ്റ് അടുപ്പിച്ചെടുത്തു, നോട്ട് ഷിഫ്റ്റ് എടുത്തു. അപ്പോൾ തീരെ വയ്യാണ്ടായി. കാരണം പനിയും നോട്ട് ഷിഫ്റ്റും എല്ലാം കൂടെ എടുത്തപ്പോൾ നോട്ട് ഷിഫ്റ്റും എൻ്റെ ഓൺ ഷിഫ്റ്റ് എല്ലാം കൂടെ ആയപ്പോൾ ഉഷാലായി. ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ തേജുവിൻ്റെ പനിയും എല്ലാം കൂടെ ആയപ്പോൾ നല്ല കുശാലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉമ്മച്ചിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് ഓർത്ത് ഞാൻ അത് ഓർക്കായിരുന്നു. ആൾക്കാർ പറയുന്നത് നമ്മളിപ്പോൾ ആൺപിള്ളേരാണോ പെൺപിള്ളേരാണോ അങ്ങനെയൊന്നുമില്ല. അല്ല, ഒരു നല്ല സമയം നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആൺപിള്ളേർ പെൺപിള്ളേരിൽ അങ്ങനത്തെ കണക്കൊന്നുമില്ല. അതേ എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്. 3 പെൺപിള്ളേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും പടച്ചോനെ അവർക്ക് 3 പെൺപിള്ളേരാണ്, ഒരു ആന്തരിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പറയും. നമുക്ക് മക്കളെല്ലാവരും ഒരുപോലെ, ആണ് പെണ്ണ് അങ്ങനത്തെ വേർതിരിവൊന്നും വേണ്ട. നമുക്ക് റബ്ബിൻ്റെ വിധിയുണ്ടോ നമ്മൾ രക്ഷപ്പെടും. പിന്നെ എല്ലാ തവണ ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. അയച്ചു മക്കളെ, അയച്ചുവിൻ്റെ എന്നും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാടായിരിക്കും. അയച്ചുവിന് ഒരു സമാധാനമൊന്നും ഉണ്ടാവില്ല, അയച്ചുവിനൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇപ്പോൾ അയച്ചുവാണ് എല്ലാം കൊണ്ടും, സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാം കൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. പക്ഷേ അമേരിക്കയിൽ വരെ വരാൻ കഴിഞ്ഞത് എൻ്റെ ഉമ്മച്ചിക്കാണ്. വേറെ ആരും അമേരിക്കയിലൊന്നും വന്നിട്ടില്ല എൻ്റെ കുടുംബത്തിൽ. അപ്പോൾ പഠിച്ചവൻ്റെ അള്ളാൻ്റെ വിധി ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. പെൺപിള്ളേരെ ആൺപിള്ളേരെ അങ്ങനെയൊന്നുമില്ല. പിന്നെ വാപ്പിച്ചിട്ടിട്ട് പോയത് തന്നെ ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. ഞങ്ങളെ 3 ആളെ നോക്കാൻ പറ്റില്ല, കെട്ടിച്ചു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ വാപ്പിച്ചി ഞങ്ങളെ ഇട്ടിട്ട് പോയത്. അപ്പോൾ വാപ്പിച്ചിക്ക് ഇപ്പോൾ വേറെ ഫാമിലി ഉണ്ട്. വാപ്പിച്ചിക്ക് 2 ആൺപിള്ളേരുണ്ട്, 2 പെൺപിള്ളേരുണ്ട്. പക്ഷെ ഞാൻ പിന്നെ വാപ്പിച്ചിനെ വിളിച്ചിട്ടൊന്നുമില്ല. അവിടെ എനിക്ക് വിളിക്കാനും തോന്നുന്നില്ല. കാരണം ഞങ്ങളെ വേണ്ടാണ്ട് കളഞ്ഞിട്ട് പോയി. പിന്നെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ വാപ്പിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ചെറുപ്പത്തിലേ ഉള്ളൊരു കാര്യമായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വാപ്പിച്ചിനെ ഏതെങ്കിലും കാലത്ത് കാണാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് വാപ്പിച്ചോട് ചോദിക്കണം. ഞങ്ങൾ ഇട്ടേച്ച് പോയിട്ട് ഒരു തവണ പോലും ഞങ്ങളെ കാണാൻ പറ്റിയില്ലേ, കാണാൻ തോന്നിയില്ലേ എന്ന് ചോദിക്കണം. ആ ചോദ്യം ഞാൻ അന്നത് ചോദിച്ചത്. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളെ അന്ന് വേണ്ടാതെ കളഞ്ഞിട്ട് പോയി. ഉമ്മച്ചിക്ക് ഒരു സപ്പോർട്ടും ഇല്ലാതെ, ഒരു വീട് വരെ ഇല്ല ആ സമയത്ത്. ഉമ്മച്ചി കഷ്ടപ്പെട്ട് ഞങ്ങളെ നോക്കി. ഞങ്ങൾ 3 ആളെ ഉമ്മച്ചി കളയാതെ നോക്കി. ആ ഉമ്മച്ചിക്ക് വേണ്ടി നോക്കണം, ഉമ്മച്ചിനെ നോക്കണമല്ലോ. വാപ്പിച്ചിനോട് കൂട്ടിക്കൊണ്ടുവരണം. വാപ്പിച്ചിക്ക് വേറെ പിള്ളേരൊക്കെ ഉണ്ട്, വാപ്പിച്ചിനെ നോക്കാനും അന്വേഷിക്കാനും ഒക്കെ വേറെ മക്കളുണ്ട്, വൈഫുണ്ട്. പിന്നെ ഞങ്ങളിനി വാപ്പിച്ചിയെക്കുറിച്ച് അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് അവിടെ നിർത്തി. പിന്നെ വാപ്പിച്ചിനെ വേണമെങ്കിൽ എൻ്റെ ആങ്ങള പറഞ്ഞു, വാപ്പിച്ചിയുടെ ഇപ്പോഴത്തെ മക്കളിലുള്ള ആങ്ങള പറഞ്ഞു, പിന്നെ വാപ്പിച്ചിയോട് സംസാരിക്കണമെങ്കിൽ ഞാൻ വിളിച്ചു തരാം എന്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്ക് വേണ്ടെന്ന് തോന്നി. എന്താണെന്നറിയില്ല. ഉമ്മച്ചിയോട് ചോദിച്ചാൽ ഉമ്മച്ചിനൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഉമ്മച്ചിയോട് അത് ചോദിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടിപ്പിക്കട്ടെ. ഉമ്മച്ചിക്കൊരു ഞങ്ങൾ മക്കളാണ്, ഞങ്ങൾ അറിവ് വെച്ച മക്കളാണ്, ഞങ്ങളുടേതായ ഫ്രീഡം ഉണ്ടെന്ന് ഓർത്ത് ഉമ്മച്ചി പറയും. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത മക്കളെന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഉമ്മച്ചി ആ ഒരു സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഉമ്മച്ചിനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാനത് അവിടെ ക്ലോസ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വാപ്പിച്ചായിട്ട് ഞങ്ങളെ കാണാൻ വരണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു നോക്കി കാണണം, ഞങ്ങൾ 3 പെൺപിള്ളേരെയും കാണണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ എതിർപ്പൊന്നും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വാപ്പിച്ച് കണ്ടോട്ടെ, വാപ്പിച്ച് കാണണം. ഞങ്ങൾ കളഞ്ഞിട്ട് പോയിട്ട് വാപ്പിച്ച് 3 മക്കളെ കെട്ടിച്ചു വിടാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയിട്ട് വാപ്പിച്ച് ഞങ്ങൾ വന്ന് കാണണമെന്ന് ഞാൻ പറയണേ. എൻ്റെ ഉമ്മച്ചി ഞങ്ങളെ കളഞ്ഞിട്ടില്ല. എൻ്റെ ഉമ്മച്ചി പറ്റണ പോലെ കഷ്ടപ്പെട്ട് ഞങ്ങളെ 3 ആളെയും വളർത്തി. അൽഹംദുലില്ലാ ഞങ്ങളെ 3 ആളെ മാന്യമായ രീതിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ
സാഹചര്യങ്ങളും നോക്കിയിട്ട് കെട്ടിച്ചു വിട്ടു. എല്ലാം കൊണ്ടും നെസ്സിനെ കെട്ടിച്ചു വിട്ട് നല്ല ഒരു ദീനിയായ വണ്ണപ്പുറത്ത് പേര് കേട്ട നല്ല അത്രയ്ക്കും ഒരു നല്ലൊരു കുടുംബത്തിലേക്കാണ് നെസ്സിനെ കെട്ടിച്ചത്. അതുപോലെ തന്നെ സുബീനെയും കെട്ടിച്ചത് നല്ലൊരു കുടുംബത്തിലേക്കാണ്. എന്നെ കെട്ടിച്ചത് മാത്രം പിന്നെ ആരും അന്വേഷിക്കാനും പിടിക്കാനൊന്നുമില്ല. അവരെ ഒന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നെസ്സിനെ കിട്ടിയത് ഞങ്ങളുടെ ഒരു ചെറിയ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരും കൂടെ ആയിട്ട് ഞങ്ങളെക്കുറിച്ച് അറിയുന്ന ആളായിരുന്നു. അവരെക്കുറിച്ച് ഞങ്ങൾക്കും അറിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നല്ലൊരു കുടുംബത്താണ് നെസ്സി ചെന്ന് ചേർന്നത്. അൽഹംദുലില്ലാ അതിൻ്റെതായ കൃത്യനിഷ്ഠത്തിലാണ് അവിടെ നടക്കുന്നത്. ഞാൻ മാത്രമാണ് ഇങ്ങനെ എന്താ പറയുക, ആദ്യത്തെ കല്യാണം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക്, രണ്ടാമത്തെ കല്യാണം അതൊക്കെ അള്ളാഹിൻ്റെ വിദ്യയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ എൻ്റെ ഉമ്മിച്ചി അമേരിക്കയിൽ വന്ന സമയത്ത് എനിക്ക് ഇനി വീണ്ടും ഉമ്മിച്ചിയെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പോഴൊക്കെ ഉമ്മിച്ചി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഭയങ്കര ഇപ്പം പിള്ളേരുടെ വെക്കേഷൻ ഒന്നാമത് ഞാൻ ഈ ഡ്യൂട്ടിക്ക് പോകും, ഡ്രൈവിങ്ങിന് പോകും, മക്കളെടുത്തിരിക്കാറില്ല. അങ്ങനെ സമയത്ത് ഉമ്മിച്ചി വീട്ടിലുണ്ടെങ്കിൽ അവർക്കും, ഉമ്മിച്ചി ഇംഗ്ലീഷ് സംസാരിക്കില്ല, പക്ഷേ ഉമ്മിച്ചിയോട് അവർ ഭയങ്കര എന്താ പറയുക, ബാബാസും ജയ ഉമ്മിച്ചി എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ഉമ്മിച്ചിനെയാണ് അവർക്ക് രണ്ടാൾക്കും. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കില്ലെങ്കിലും അവർ ജയചൂട്ടിന് കടയിലൊക്കെ പോകുമ്പോൾ, ഷോപ്പിംഗ് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഉമ്മിച്ചിയുടെ കൈ പിടിച്ചിട്ട് പോകുമ്പോൾ ഉമ്മിച്ചിക്ക് വഴി തെറ്റിപ്പോയി ഉമ്മിച്ചിക്ക് മേടിച്ചു പോകുന്നു പറഞ്ഞിട്ട് അത്രയ്ക്കും കെയറിങ് ആണ് ജയചൂട്ടനക്ക്. ബാബാസിനായാലും അത് ഭയങ്കര കെയറിങ് ആണ് ഉമ്മിച്ചി എന്ന് പറഞ്ഞിട്ട്. ഉമ്മിച്ചി എന്ന് പറഞ്ഞാൽ ജീവൻ അവർക്ക്. അപ്പോൾ ഉമ്മിച്ചിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം, മക്കൾ ഇച്ചിരി ഒരു അറിവ് വയ്ക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. വീട്ടിൽ ജോലിക്കാർ നിർത്തിയിട്ട് കൊണ്ടുവരുന്ന വെച്ചാൽ ഉമ്മിച്ചി നേട്ടം സമ്മതിക്കാത്തത്. നമ്മളും നമ്മുടെ നോട്ടം പോലൊന്നും ജോലിക്കാരെ നോട്ടം എത്തൂലെന്ന് പറഞ്ഞിട്ട് ഉമ്മിച്ചിക്ക് അവരെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്